നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുതിർന്ന നേതാക്കളായ ജി സുധാകരനും ടി കെ ഗോവിന്ദനും പാർട്ടിയെ വഞ്ചിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരുവരും എതിരാളികളുമായി ചേർന്ന് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ കുറ്റപ്പെടുത്തി. ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട നേതാവാണ് സുധാകരൻ. അദ്ദേഹത്തെ അവഗണിച്ചിട്ടില്ല. പക്ഷേ പാർട്ടി നിബന്ധനയോട് പൊരുത്തപ്പെടാൻ സുധാകരന് കഴിഞ്ഞില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സുധാകരനെ താൻ 3 തവണ വിളിച്ചു, എടുത്തില്ല. അദ്ദേഹം തിരിച്ചു വിളിച്ചുമില്ല. താൻ വിളിച്ചില്ലെന്നാണ് സുധാകരൻ ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞതെന്നും പിണറായി വിജയൻ പറഞ്ഞു. പിണറായി സർക്കാരിന്റെ 3ാം ഊഴം സംബന്ധിച്ച പ്രസ്താവനയിൽ വിശദീകരണവുമായി മുൻ CPM നേതാവും അമ്പലപ്പുഴ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ ജി സുധാകരൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ സന്തോഷമുണ്ട്, പക്ഷേ 3ാം ഊഴം സഫലമാകില്ലെന്നാണ് പറഞ്ഞത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനം LDFന് വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നവർക്ക് നാണവും മാനവുമുണ്ടോ? മത്സരിക്കുന്ന ആർക്കും ഒരു വ്യാമോഹവും ഇല്ലേ എന്നും ജി സുധാകരൻ ചോദിച്ചു. ആരിഫ് ആലുവയിൽ പോയി മത്സരിക്കുന്നു, അത് പാർലമെന്ററി വ്യാമോഹമല്ലേ? സജി ചെറിയാനും പ്രതിഭയും വാസവനും 3ാം തവണയാണ് മത്സരിക്കുന്നത്. ഇതൊന്നും വ്യാമോഹമല്ലേ? പാർലമെന്ററി വ്യാമോഹമില്ലാത്തവരാണോ വീണ്ടും മത്സരിക്കുന്നത്? ഇവരൊക്കെ കണ്ണടച്ചിരിക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു. സംസ്ഥാനത്തെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രിയും ദേശീയ നേതാക്കളും അടക്കം വൻ നിരയെത്തുമെന്ന് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും 2 തവണ പ്രചാരണത്തിനെത്തുമ്പോൾ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ 3 തവണ എത്തും. സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് എത്തുമ്പോൾ കാസർഗോട്ട് ഡൽഹി മുഖ്യമന്ത്രിയും, കണ്ണൂരിൽ മണിപ്പൂർ മുഖ്യമന്ത്രിയും, കൊല്ലത്തും കാഞ്ഞിരപ്പള്ളിയിലും ഗോവ മുഖ്യമന്ത്രിയും എത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. UDF ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും കേരളത്തിലെ ജനങ്ങൾ തങ്ങൾക്കൊപ്പമുണ്ടെന്നും അടൂർ പ്രകാശ് അവകാശപ്പെട്ടു. എല്ലാ ജില്ലയിലും മുന്നേറ്റം ഉണ്ടാകുമെന്നും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന് MPമാരായ കെ സുധാകരനും അടൂർ പ്രകാശും ആവശ്യപ്പെട്ടത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ വൈകിപ്പിച്ചിരുന്നു. ഒടുവിൽ MPമാർക്ക് സീറ്റ് ഇല്ലാതെയാണ് ഇന്നലെ ഹൈക്കമാൻഡ് പട്ടിക പുറത്തിറക്കിയത്. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുന്നതിനിടെ കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ വീണ്ടും രംഗത്ത്. ഇറാന്റെ ഊർജ്ജ സംവിധാനങ്ങളുടെ മേൽ ആക്രമണം നടത്തിയാൽ കണ്ണും പൂട്ടി അടിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അറിയിച്ചിരിക്കുന്നത്. ഇറാനിലെ സൗത്ത് പാർസ് വാതക പാടത്തെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തങ്ങൾ നൽകിയത് ചെറിയ മറുപടി മാത്രമാണെന്നും ആക്രമണം ഇനി ആവർത്തിച്ചാൽ പ്രത്യാഘാതം ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കുമെന്നുമാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ സൗത്ത് പാർസ് ആക്രമിച്ചതിനെ തുടർന്ന് ഇറാൻ ഖത്തറിലെ റാസ് ലഫാൻ ഗ്യാസ് പ്ലാന്റ് ആക്രമിച്ചിരുന്നു. ഈ ആക്രമണം ആഗോള ഊർജ്ജ വിതരണത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഖത്തറിന്റെ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതി ശേഷിയിൽ ഏകദേശം 17% കുറവ് വരാൻ ഇടയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏഷ്യ, യൂറോപ്പ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ വാതക വിതരണത്തെ പ്ലാന്റിലെ ആക്രമണം ബാധിച്ചേക്കാം. വ്രതശുദ്ധിയുടെ പുണ്യവുമായി സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷം. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലെ സംയുക്ത ഈദ്ഗാഹിൽ ഷിഹാബ് പൂക്കോട്ടൂർ ചെറിയ പെരുന്നാൾ സന്ദേശം നൽകി. വ്യാഴാഴ്ച മലപ്പുറം പരപ്പനങ്ങാടിയിൽ മാസപ്ര കണ്ടതോടെയാണ് ഇന്ന് ചെറിയ പെരുന്നാളാണെന്ന് വിവിധ ഖാസികൾ പ്രഖ്യാപിച്ചത്. അതേസമയം UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് പെരുന്നാൾ. സംഘർഷ പശ്ചാത്തലത്തിൽ ഈദ്ഗാഹിനും പൊതുസ്ഥലത്തെ ഒത്തുചേരലിനും വിലക്കുണ്ട്. പെരുന്നാൾ നമസ്കാരം പള്ളികൾക്കുള്ളിൽ മാത്രമാണ്. എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രനായി മത്സരിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അവ്യക്തതകൾ വ്യാഴാഴ്ച രാത്രിയാണ് അവസാനിച്ചത്. പെരുമ്പാവൂരിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനാണ് സ്ഥാനാർത്ഥി. ഇതോടെ തന്റെ നിരാശ എൽദോസ് പരസ്യമായി പ്രകടമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്ന് പ്രചാരണങ്ങൾ എത്തിയത്. എന്നാൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കില്ല എന്നാണ് എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ദീപികയോട് വ്യക്തമാക്കിയത്. രമേശ് പിഷാരടി വിളിച്ചാൽ പ്രചാരണത്തിന് പോകുമെന്ന് നടൻ ആസിഫ് അലി. പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നിരവധി പേർ തന്നെ വിളിക്കുന്നുണ്ടെന്നും ആസിഫ് അലി കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹിൽ പങ്കെടുത്ത ശേഷം നടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പിഷാരടിയെ ഒരുപാട് നാളായി അറിയാം. വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്റ്റാൻഡിനെ കുറിച്ചും നന്നായിട്ടറിയാം. പിഷാരടി വിളിച്ചാൽ പ്രചാരണത്തിന് പോകും. അതിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പിൽ UDF പിന്തുണയ്ക്കുന്ന TK ഗോവിന്ദനെതിരെ യൂത്ത് കോൺഗ്രസിന്റെയും വിമത നീക്കം. ഗോവിന്ദനെതിരെ KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ ശനിയാഴ്ച പത്രിക നൽകും. തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിലാണ് പത്രിക നൽകുക. CPMൽ നിന്നും പുറത്തുവന്ന TK ഗോവിന്ദനെ UDF പിന്തുണയ്ക്കരുതെന്ന പ്രവർത്തകരുടെ വികാരം മാനിച്ചാണ് താൻ മത്സരിക്കുന്നതെന്ന് കൊയ്യം ജനാർദ്ദനൻ ദീപികയോട് പറഞ്ഞു. ഇതിനിടെ TK ഗോവിന്ദനെതിരെ മത്സരിക്കുമെന്ന നിലപാടുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും രംഗത്തെത്തിയിരിക്കുകയാണ്. CPM വിട്ടുവരുന്നവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസം വിജിൽ മോഹൻ വ്യക്തമാക്കിയിരുന്നു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു.
സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.